Hello students, welcome back to Isaac's Physics Classroom. Plus 1 ഫിസിക്സിലെ ഫോക്കസ് ഏരിയയിലെ ചാപ്റ്റർ നമ്പർ 7 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷനിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചാപ്റ്റർ 7 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. അതിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് നോക്കാം. 7.6 ആംഗുലർ വെലോസിറ്റി ആൻഡ് റിലേഷൻ വിത്ത് ലീനിയർ വെലോസിറ്റി, ദാറ്റ് ഇസ് v equal to r ഒമേഗ. ഒമേഗയാണ് ആംഗുലർ വെലോസിറ്റി, v ആണ് ലീനിയർ വെലോസിറ്റി. ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ടോർക്ക് ടോ എന്നാണ് പറയുക, ആംഗുലർ മൊമെന്റം എൽ ആണ്. നമ്മൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് ഫോഴ്സ് ഓൾറെഡി പഠിച്ചതാണ്. എഫ് പ്രപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. അപ്പൊ എഫിന് പകരം ടോ കൊടുക്കും, പിക്ക് പകരം എൽ കൊടുക്കും. സോ ടോ പ്രപ്പോർഷണൽ ടു ഡി എൽ ബൈ ഡി ടി. ദെൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മാക്സിമം മൊമെന്റ് ഓഫ് ഇനേഷ്യയിലെ പ്രോബ്ലംസ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫോർ റെഗുലർ ബോഡീസ്, അതായത് ഡിസ്കും റിംഗ് ആണ് കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ മറ്റുള്ള ചാപ്റ്ററിൽ ചെയ്ത പോലെ തന്നെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിജിഡ് ബോഡി ഓഫ് റെഗുലർ ബോഡി ഓഫ് ഫോർ ഡിഫറെന്റ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ആക്സിസ് നമുക്ക് തരും. എന്നിട്ട് ഏതെങ്കിലും ഡിഫറെന്റ് ആക്സിൽ കാണാൻ വേണ്ടി പറയും. ഏത് തിയറം ഉപയോഗിച്ചിട്ടാണ് കാണേണ്ടത് ചോദിക്കും. ആ തിയറം സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറയും, കാണാൻ വേണ്ടി പറയും. അങ്ങനെ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അതിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഓൾമോസ്റ്റ് കുട്ടികൾ അത് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Ramya stands at the center of turntable with her two arms outstretched. The table is rotating with an angular speed of 40 revolutions per minute. What will happen to the moment of inertia if he hold her hands back? If the angular speed is increased to 100 revolutions per minute, what will be the new moment of inertia? അപ്പോൾ ഇതിൽ ഒരു രമ്യ എന്നൊരു കുട്ടി എന്താണ് ഒരു കറങ്ങുന്ന ടേബിളിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് എന്താണ് ആ കുട്ടി ഔട്ട്സ്ട്രെച്ച് ചെയ്ത് അയാൾ ആ കുട്ടിയുടെ കൈ രണ്ടും പുറത്തേക്ക് നീട്ടി വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് 40 revolution per minute ആണ്. അപ്പം ചോദിച്ചിരിക്കുന്നത് ആ കൈ തിരിച്ച് ശരീരത്തിലേക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് ആ കൈ ചുരുക്കി കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ട് റേഡിയസ് ചുരുങ്ങും. മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആംഗുലർ സ്പീഡ് എന്ന് പറയുന്നത് 100 revolution per minute ആയി. സോ വാട്ട് വിൽ ന്യൂ മൊമെന്റ് ഓഫ് ഇനേഷ്യ? അപ്പോൾ പുതിയ മൊമെന്റ് ഓഫ് ഇനേഷ്യം കാണണം. അപ്പോൾ ഇത് മൊമെന്റ് ഓഫ് ഇനേഷ്യയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞുതരാം. അതായത് ആംഗുലർ മൊമെന്റം എന്ന കൺസെപ്റ്റ് L equal to R cross P. അപ്പോൾ പിക്ക് പകരം നമുക്ക് എം വി കൊടുക്കാം. സോ L equal to M into R cross V. അപ്പോൾ ആ ഇക്വേഷൻ വെച്ച് ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടാനുണ്ട്. അതായത് റേഡിയസ് വലുതായാൽ വെലോസിറ്റി ചെറുതാവും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. അതായത് രമ്യ ഔട്ട്സ്ട്രെച്ച് ചെയ്തപ്പോൾ, അതായത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ കുട്ടി ഔട്ട്സ്ട്രെച്ച് ചെയ്തു, കൈകൾ രണ്ടും പുറത്തേക്ക് നീട്ടി വെച്ചു. അപ്പോൾ ആ കുട്ടിയുടെ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഔട്ട്സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വെലോസിറ്റി ചെറുതാവും, വെലോസിറ്റി കുറയും. അപ്പോൾ ആ മനസ്സിലാക്കേണ്ടി വെക്കേണ്ട കാര്യം ഇതാണ്: റേഡിയസ് കൂടിയാൽ വെലോസിറ്റി കുറയും, റേഡിയസ് ചെറുതായാൽ വെലോസിറ്റി കൂടും. അപ്പോൾ ഇത് നമുക്ക് വേറൊരു കൺസെപ്റ്റായിട്ട് ക്ലബ് ചെയ്യാം. അതായത് സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുമ്പോൾ സണ്ണിന്റെ അടുത്തേക്ക് പ്ലാനറ്റ് വരുമ്പോൾ വെലോസിറ്റി കൂടും, കാരണം റേഡിയസ് ചെറുതാവണം, വെലോസിറ്റി കൂടുകയാണ്. ഇനി സണ്ണിന്ന് അകന്നു പോകുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ റേഡിയസ് വലുതായാൽ വെലോസിറ്റി കുറയും, റേഡിയസ് ചെറുതായാൽ വെലോസിറ്റി കൂടും. ടു കൺസേർവ് ആംഗുലർ മൊമെന്റം. അപ്പോൾ അത് കൂടി ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം I equal to mr² ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ. അപ്പോൾ r ചെറുതായാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ത് ചെയ്യും? ചെറുതാവും. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിക്രീസസ്. കാരണം ആ കുട്ടി രമ്യ എന്ന കുട്ടി എന്തിരിക്കുന്നു? കൈ ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്തു. അപ്പോൾ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റേഡിയസ് ചെറുതാവും. റേഡിയസ് ചെറുതായതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും. ഇനി നമുക്ക് കാണേണ്ടത് ആ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാന്ന് കാണണം, കുറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ നമുക്കറിയാം ഈ കുട്ടി ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് അവിടെയുള്ള എക്സ്റ്റേണൽ ടോർക്ക് കൊടുത്തിട്ടില്ല. സോ ടോർക്ക് 0 ആണ്. ടോർക്ക് 0 ആയതുകൊണ്ട് ദർ ഇസ് നോ ചേഞ്ച് ഫോർ ദ ആംഗുലർ മൊമെന്റം. അപ്പോൾ ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം I ഒമേഗയാണ്. അത് എങ്ങനെ മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം P equal to mv. പിക്ക് പകരം L കൊടുക്കുക, എമ്മിന് പകരം I കൊടുക്കുക, വിക്ക് പകരം ഒമേഗ കൊടുക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ P equal to mv ക്ക് പകരം നമുക്കറിയാം L equal to I ഒമേഗ. സോ ഇനീഷ്യൽ മൊമെന്റം ഈക്വൽ ടു ഫൈനൽ മൊമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം I1 ഒമേഗ 1 is equal to I2 ഒമേഗ 2. സോ I1 എന്ന് പറയുന്നത് ഔട്ട്സ്ട്രെച്ച്ഡ് കേസാണ്, I2 എന്ന് പറയുന്നത് ഫോൾഡ് കേസാണ്. അപ്പോൾ ഇതിൽ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആംഗുലർ സ്പീഡ് തന്നിട്ടുണ്ട് 40 revolution per minute ആണ്. അതുപോലെ തന്നെ ആംഗുലർ സ്പീഡ് 100 revolution per minute ആണ്. അപ്പോൾ അതൊക്കെ സെക്കൻഡിലേക്ക് മാറ്റണം. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം റേഷ്യോ ആയിട്ട് വരിക, അല്ലെങ്കിൽ
ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ചെയ്യാൻ പാടുള്ളൂ. സോ ഒമേഗ 1 40 ആണ്, ഒമേഗ 2 100 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ I2 is equal to I1 into 40/100. സോ I2 is equal to 0.4 I1. അപ്പോൾ ഫസ്റ്റ് ആൻസറിന് സപ്പോർട്ടീവ് ആയിട്ടൊരു കൺസെപ്റ്റാണ് നമുക്ക് രണ്ടാമത് കിട്ടിയിരിക്കുന്നത്. I2 എന്ന് പറയുന്നത് I1നെക്കാളും 40% ഉള്ളൂ, ദാറ്റ് ഈസ് 0.4 I1. സോ നമുക്ക് മനസ്സിലായി മൊമെന്റ് ഓഫ് ഇനേഷ്യ രണ്ടാമത്തെ കേസിൽ ആ കുട്ടി ഉള്ളിലേക്ക് കൈ വലിച്ചപ്പോൾ കുറയാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് I=mr² എന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. കാരണം r ചെറുതായാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യയും കുറയും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, r ചെറുതായാൽ വെലോസിറ്റി കൂടുമെന്ന കൺസെപ്റ്റ് കൂടി ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. How will you distinguish a hard-boiled egg and a raw egg? By spinning each on a table. അതായത് ടേബിളിൽ നമ്മൾ ഒരു പുഴുങ്ങിയ മുട്ടയും പുഴുങ്ങാത്ത മുട്ടയും കറക്കി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ വെച്ച് നമുക്ക് പറയാൻ പറ്റും. The egg which spin faster will have hard-boiled egg. In the case of raw egg, the liquid matter in the egg tries to get away from the axis of rotation, thereby increasing its moment of inertia. As moment of inertia is more, raw egg will spin with low angular acceleration. അതായത് നമുക്കറിയാം തിരിക്കുമ്പോൾ രണ്ടിനും ഒരേ ടോർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറവായിരിക്കും. കാരണം ബോയിൽഡ് ചെയ്യാതെ, മീൻസ് പുഴുങ്ങാത്ത മുട്ടയാണെങ്കിൽ, പച്ച മുട്ടയാണെങ്കിൽ ഈ കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിന്റെ ലിക്വിഡ്സ് ഒക്കെ എന്ത് ചെയ്യും, അതിന്റെ ഏറ്റവും എക്സ്ട്രീമത്തിലേക്ക് എന്ത് ചെയ്യും, പോവും. അപ്പോൾ R കൂടും. അപ്പോൾ R കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടിയ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിന്റെ ആംഗുലർ ആക്സലറേഷൻ എന്താവും, കുറയും. കാരണം നമുക്ക് ടോ ഈസ് ഈക്വൽ ടു I ആൽഫയാണ്. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ അവിടെ വലുതാവും തോറും ആൽഫ, ദാറ്റ് ഈസ് ആംഗുലർ ആക്സലറേഷൻ കുറയും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് സ്പിൻ ചെയ്യുന്നത് ബോയിൽഡ് എഗ് ആണ്. ബോയിൽഡ് എഗ് സ്പിൻ ചെയ്യാൻ കാരണം അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറവാണ്. Moment of inertia can be regarded as measure of rotation inertia. Why? State any two factors on which moment of inertia for rigid body depends. So the rotational inertia depends on mass of the body and axis of rotation. In other words, it depends on the moment of inertia. അത്രയേ ഉള്ളൂ. റൊട്ടേഷൻ ഇനേഷ്യക്ക് വിളിക്കുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിന് കറങ്ങാനുള്ള ബുദ്ധിമുട്ടിനെയാണ് ആക്ച്വൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ മാസിനെയും ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. കാരണം നമുക്കറിയാം I=mr² ആണ്. സോ രണ്ട് ഫാക്ടേഴ്സ് പറയാം നമുക്ക്. മാസ് ആൻഡ് റേഡിയസ് ആണ്, റേഡിയസ് ഓഫ് റൊട്ടേഷൻ ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെക്കണം, അതിന്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ കൂടി എന്ത് ചെയ്യും, എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറിയാലും നമുക്ക് എന്ത് ചെയ്യും, മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറും. കാരണം നമുക്കറിയാം ഒരു റിംഗിന്റെ കേസിൽ എലോങ് ദ ഡയാമീറ്ററും സെന്റർ ഓഫ് ആക്സിസ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ രണ്ട് വ്യത്യസ്തമാണ്. മാസ് മാറുന്നില്ല, പക്ഷേ ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറുന്നതനുസരിച്ച് മാറുന്നുണ്ട്. അപ്പോൾ മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറിയാലും എന്താവും, കാരണം മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറും. കാരണം ഒരു സെയിം റിംഗ്, സെയിം മാസ് ഉള്ള റിംഗ്, സെയിം മാസും സെയിം റേഡിയസ് ഉള്ള റിംഗും ഡിസ്കും, അപ്പൊ ഏതിനാ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതൽ, റിംഗിനാണ് കൂടുതൽ. അപ്പൊ അത് മനസ്സിലാക്കി, കാരണം മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറുകയാണ്. അപ്പൊ റിംഗും അതുപോലെ തന്നെ എന്താണ് ഡിസ്കും ഓഫ് സെയിം റേഡിയസ് ആൻഡ് സെയിം മാസ്, ഏതിനാ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതൽ എന്ന് ചോദിച്ചാൽ റിംഗിനാണ് കൂടുതൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ. A solid cylinder of mass 20 kg rotates about its axis with an angular speed of 100 radian per second. The radius of cylinder is 0.25 meter. What is the magnitude of angular momentum of the cylinder about an axis? അപ്പോൾ നമുക്ക് ആംഗുലർ മൊമെന്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ആംഗുലർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ L ആണ്. അപ്പോൾ L-ന്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. L = I ഒമേഗ. അത് ഓൾറെഡി ഞാൻ പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. P = mv ആണ്, നമുക്കറിയാം. ആ ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. Pക്ക് പകരം L കൊടുക്കുക, അതിന് M-ന് പകരം I കൊടുക്കുക, Vക്ക് പകരം ഒമേഗ കൊടുക്കുക. സോ L = I ഒമേഗ. ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം, L = I ഒമേഗ. ഒരുപാട് ഇക്വേഷൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. സോ ദിസ് ഇസ് ദ ആൻസർ. അപ്പോൾ നമുക്കറിയാം L = I ഒമേഗയാണ്. I നമുക്ക് അറിയില്ല. അപ്പോൾ മനസ്സിലാക്കി വെക്കണം, ഡിസ്കും റിംഗും ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കാം, റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ തന്നെയാണ് ഹോളോ സിലിണ്ടറിന് വരിക. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ തന്നെയാണ് സോളിഡ് സിലിണ്ടർ വരിക. അപ്പൊ നമുക്കറിയാം ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആക്സിസ് ഇസ് പാസിംഗ് ദ സെന്റർ mr²/2 ആണ്. അപ്പൊ ഇവിടെ എമ്മും തന്നിട്ട് ആറും തന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി ഗെറ്റ് 0.625 kg/m². അപ്പൊ അതാണ് സോളിഡ് സിലിണ്ടർ. ഇനി ഇത് ഈ ക്വസ്റ്റ്യൻ ഹോളോ സിലിണ്ടർ ആണ്, നമുക്ക് എന്ത് ചെയ്യണം, I = mr² വരുള്ളൂ. അപ്പൊ അങ്ങനെ ചേഞ്ച് ആണ് ഇത് വരിക. അപ്പോൾ I കിട്ടി, ഒമേഗ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, 100 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പൊ റേഡിയൻ പെർ സെക്കൻഡ് ആണ് ഒമേഗ എന്ന് മനസ്സിലായി. നേരെ മറിച്ച് അത് ഹെർട്സ് ആണ് ഫ്രീക്വൻസി. അപ്പോൾ ഹെർട്സ് ആണെങ്കിൽ ഫ്രീക്വൻസി ആണെന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് F ആണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ (10⁻⁻⁻1) ആണെങ്കിൽ F ആണ് തന്നിരിക്കുന്നത്. സോ ഒമേഗ = 2πf. സോ F = ω/2π. ആ ഇക്വേഷൻ ഓർത്തിരിക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ L എന്ന് പറയുന്ന I ഒമേഗയാണ്. I ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ ഒമേഗ നമുക്കറിയാം. സോ ആൻസർ 62.5 kg/m² (10⁻⁻⁻1) ജൂൾ സെക്കൻഡ് ആണ് ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ യൂണിറ്റ്. And fifth question, the rotation analog of force is moment of force are called torque. The turning effect of force is maximum, the angle between R and F is dash. A wheel starting from rest acquires an angular velocity 10 radian per second in 2 seconds. The moment of inertia of the wheel is 0.4 kg/m². Calculate the torque acting on it.
And last question, the possibility of falling backward with a ladder is more when you are high upon the ladder than when you are just beginning a climb. Explain why. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ്, നമുക്കറിയാം മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ടോർക്കാണ്. കാരണം റൊട്ടേഷൻ അല്ല, ഫോഴ്സിന്റെ റൊട്ടേഷൻ നമ്മൾ ലീനിയർ മോഷനിൽ എന്താണ്, ലീനിയർ മോഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യും, അതേപോലെ റൊട്ടേഷൻ മോഷനിൽ ടോർക്ക് അപ്ലൈ ചെയ്ത ഒരു ഒബ്ജക്ട് കറങ്ങും. അപ്പോൾ ഫോഴ്സിന്റെ അനലോഗ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ടോർക്ക് മാക്സിമം ആവുക എന്ന് ചോദിച്ചിരിക്കുന്നത്? നമുക്കറിയാം ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് ആർ എഫ് സൈൻ തീറ്റയാണ്. സൈൻ തീറ്റയ്ക്ക് 90 ആകുമ്പോഴാണ് മാക്സിമം വരിക. സോ എ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഇതേപോലെ ചോദിക്കും ആംഗിൾ മൊമെന്റത്തിന്റെ കേസും ആർ ആൻഡ് പി അല്ലെങ്കിൽ ആർ ക്രോസ് എന്നാണ് പി ആണ്. സോ എപ്പോഴാണ് മാക്സിമം ആവുന്നതൊക്കെ ചോദിക്കും. അപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ആർ ക്രോസ് പി ആകുമ്പോൾ ആർ പി സൈൻ തീറ്റ വരെ ഇവിടെ ആർ ക്രോസ് എഫ് പോലെ. അപ്പം 90 ഡിഗ്രി ആകുമ്പോഴാണ് ആംഗിൾ മൊമെന്റും മാക്സിമം ആവുന്നത്, അതുപോലെ തന്നെ ടോർക്കും മാക്സിമം ആവുന്നത്. അതുപോലെ സെക്കൻഡ് ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? ടോർക്കാണ് കാണേണ്ടത്. അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ ടോ ഈക്വൽ ഐ ആൽഫയാണ്. കാരണം എഫ് ഈക്വൽ ടു എം എ പറയുന്ന പോലെ എഫിന് പകരം ടോ കൊടുക്കുക, എമ്മിന് പകരം ഐ കൊടുക്കുക, എക്ക് വരും ആൽഫ. ടോ ഈക്വൽ ടു ഐ ആൽഫയാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് ആദ്യം എന്താണ് ആൽഫ കാണും. ആൽഫ വന്ന ഒമേഗ ബൈ ടി ആണ്. ഒമേഗ അവിടെ തന്നിട്ടുണ്ട് 10 ആണ്. സോ ടൈം 2 സെക്കൻഡ് കൊണ്ട് അപ്പോൾ 10/2 5 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഐ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഐയും ആൽഫയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ടോ ഇസ് ഈക്വൽ ടു 2 ന്യൂട്ടൺ മീറ്റർ. യൂണിറ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്, ന്യൂട്ടൺ മീറ്റർ. കാരണം ടോ എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് എഫ് ആണ്. സോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് എല്ലാ പ്രോബ്ലത്തിലും കയറി വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന കൺസെപ്റ്റ് തീർച്ചയായും പഠിച്ചിരിക്കണം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ക്വസ്റ്റ്യൻ ആണ് വരാൻ ചാൻസസ് ഉള്ളത്. When a person is high on a ladder or is large and hence even a small force can make the ladder fall. When a person just begin a climb or a small heavy force is required to make the ladder fall. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലാഡർ വെച്ചിട്ട് നമ്മൾ കയറുമ്പോൾ അതായത് ഏറ്റവും ഹൈയിൽ എത്തുമ്പോൾ വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്, ജസ്റ്റ് ബിഗിനിൽ വീഴാനുള്ള ചാൻസസ് കുറവാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് അതിൽ ആൻസർ ഇതായിരുന്നു, when a person is high upon the ladder, ആറ് വലുതാണ്. സോ ആറ് വലുതാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയൊരു ഫോഴ്സ് കിട്ടുമ്പോഴേക്കും ടോർക്ക് എന്താണ് വലുതാവുകയാണ്. കാരണം ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് അല്ലേ. സോ ആറ് വലുതാവും, ടോർക്ക് മാക്സിമം ആകുമ്പോൾ അത് കറങ്ങും. അപ്പോൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. നേരെ മറിച്ച് ഒരു ആള് ജസ്റ്റ് കയറുകയാണ് ലാഡറിൽ. കയറുമ്പോൾ ആ മാസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ നമുക്കറിയാം അത് ജസ്റ്റ് കയറുന്നേ ഉള്ളൂ. അപ്പോൾ ആറ് ചെറുതാണ്. അപ്പോൾ ആറ് ചെറുതായതുകൊണ്ട് ടോർക്ക് എന്താവും കുറയും. അപ്പോൾ ടോർക്ക് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കറങ്ങാനുള്ള ഇത് കുറയും, വീഴാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ അതാണ് ആ സി ക്വസ്റ്റ്യനിലെ കൺസെപ്റ്റ്. അപ്പോൾ ടോർക്ക് വെച്ചാണ് എന്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മോസ്റ്റ്ലി ഇക്വേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലംസും കൺസെപ്റ്റ്സും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്, അതുപോലെ തന്നെ എൽ ഈക്വൽ ടു ഐ ഒമേഗ ആൻഡ് എൽ ഈക്വൽ ടു ആർ ക്രോസ് പി ആൻഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. ഈ ഇക്വേഷൻസിനെ വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഡിഫറെന്റ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഏറ്റവും കൂടുതൽ എന്താണ് അതാണ് കിട്ടാനുള്ള ചാൻസസ്. So hope this questions and answers are clear. Thank you for watching. Thank you.